പ്രൈസ് ലോർഡ്. ഞാൻ ഷാജൻ. ഇന്ന് ഞാൻ കൊട്ടാരക്കരയ്ക്കടുത്ത് വേങ്ങൂർ എന്ന ഗ്രാമത്തിലാണ്. വേങ്ങൂർ പെന്തക്കോസ്തിൻ്റെ സമൃദ്ധമായ ഒരു മണ്ണാണ്. വീറ്റി അപ്പച്ചൻ്റെയും കുട്ടി പാസ്റ്ററുടെയും ഡേവിഡ് പാസ്റ്ററുടെയും തോമസ് പാസ്റ്ററുടെയും ഗീവറിച്ചൻ പാസ്റ്ററുടെയും ഒക്കെ പാദസ്പർശമേൽക്കുകയും കണ്ണീര് വീഴുകയും ചെയ്ത ഒരു മണ്ണ്. ഈ ഒരു മണ്ണിൽ 8 ദശാബ്ദക്കാലത്തെ പെന്തക്കോസ്തിൻ്റെ ഓർമ്മകളും അനുഭവങ്ങളുമുണ്ട്. ഇന്ന് എന്നോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ഒരമ്മച്ചിയാണുള്ളത്. നമ്മൾ പലരും ജനിക്കുന്നതിന് മുമ്പ് പെന്തക്കോസ്തിൻ്റെ അനുഭവത്തിലേക്ക് വന്നിട്ടുള്ള പ്രിയപ്പെട്ട കുഞ്ഞമ്മ എന്ന അമ്മച്ചി, പുലിയൻകുന്നേൽ തോമസ് എന്ന ഭക്തനായ ദൈവമനുഷ്യൻ്റെ ഭാര്യ കുഞ്ഞമ്മ അമ്മച്ചി 74 വർഷമായി വിശ്വാസ ജീവിതത്തിൽ വന്നിട്ട് ഒരുപാട് ഓർമ്മകൾ, ഒരുപാട് അനുഭവങ്ങൾ, ചൂടേറുന്ന ജീവിത സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും ദൈവം കരത്തിൽ പിടിച്ചും ദൈവത്തിൻ്റെ കരത്തിൽ പിടിച്ചും നടന്ന് മുന്നേറി എത്തി നിൽക്കുന്ന അമ്മച്ചിയുടെ ധന്യമായ ഓർമ്മകൾ നമ്മളുമായിട്ട് പങ്കുവെക്കുകയാണ്. അമ്മച്ചിയെ ഹാർദമായിട്ട് സ്വാഗതം ചെയ്യുന്നു, പരിചയപ്പെടുത്തുന്നു. അമ്മച്ചിന്ന് നമുക്ക് കേൾക്കാം. 17 വയസ്സ് വിവാഹം കഴിഞ്ഞ വർഷമൊന്നും അന്നത്തെ കാലത്ത് മലയാളം ഇന്ന് ഇംഗ്ലീഷൊന്നും ഇല്ല. പിന്നെ അങ്ങനെ വർഷമൊക്കെ അന്നോട്ട് പറയുന്നത് ഓക്കെ. എന്നാലും വയസ്സ് അറിയാം. 20ാമത്തെ വയസ്സിൽ സ്ഥാനപ്പെട്ട്. അന്ന് കുട്ടികളില്ല. ആ വർഷം 2 കുഞ്ഞുങ്ങൾ ജനിച്ച്. അത് 2 ഇരട്ട കുഞ്ഞുങ്ങളായിരുന്നു. ഇരട്ട കുഞ്ഞുങ്ങള് 9 മാസം വരെ 9 കണക്ക് കൂട്ടുന്ന 9 മാസം വരെ വയറ്റിൽ വളർന്നു. അതിനുശേഷം അസുഖം തുടങ്ങി. പ്രസവിച്ചു. ചികിത്സ ആശുപത്രി ഒന്നും അന്നോട്ടില്ല. തിരുവനന്തപുരത്ത് അങ്ങാണ്ട് ഉണ്ടെന്ന് പറയുന്നു. 2 ഗർഭിണികളെ എടുത്തുകൊണ്ട് പോകുന്ന ഞാൻ കണ്ട് മുടക്ക കെട്ടി ചാക്കിനകത്തൊക്കെ ഇട്ട്. അപ്പോഴാണ് 2 അസുഖം വന്ന് എന്നെ ആശുപത്രിയിൽ കൊണ്ടുപോകാതിരിക്കും. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ഇപ്പം മരിക്കുന്ന നല്ലതാ, എന്നെ കൊണ്ടുപോകും. ഇത് അങ്ങനെ കൊണ്ടുപോയി വയറങ്ങോട്ടും ഇങ്ങോട്ടും ചാടുന്ന ഞാൻ കണ്ടു. അതുകൊണ്ട് ഞാൻ ആശുപത്രിയിൽ പോകുന്നില്ല, എനിക്ക് മരിക്കുന്ന സന്തോഷമാണ് എന്ന് പറഞ്ഞു. നേരത്തെ പറഞ്ഞ സന്തോഷമില്ല, കൽപ്പന അനുസരിക്കാൻ ഞാൻ ദോഷവും ചെയ്തില്ല. എന്താ പറഞ്ഞ കൽപ്പന അനുസരിച്ചില്ലെങ്കിലും ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞ എൻ്റെ അപ്പച്ചന് വടിയും കൊണ്ടൊക്കെ നിന്ന് കയറുന്നവരെ അടിക്കാന്നൊക്കെ പറഞ്ഞെങ്കിലും ആരെയും അടിച്ചില്ല. എൻ്റെ വല്യമ്മച്ചി ഒന്നുണ്ടായിരുന്നു. അവർ വിശ്വാസത്തിലായിരുന്നു. സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് അമ്മച്ചിയുടെ എൻ്റെ അമ്മയുടെയും വിശ്വാസം എന്നെ ഇത്രത്തോളം ആക്കിയത്. അത് കേട്ടും കണ്ടു വളർന്നതായിട്ട് അനുഭവിച്ച് വളർന്നു. അങ്ങനെ ഇന്നത്തെ കൂട്ടല്ല. അന്ന് 12 മണിക്ക് 10 വേലക്കാരുണ്ട്. അവർ 10 വന്ന് പാടി പ്രാർത്ഥിച്ച് ചോറുണ്ടെന്നൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ആ വിശ്വാസം എൻ്റെ ഉള്ളിലുണ്ടായതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ചൊരു സാക്ഷ്യം പറഞ്ഞ് സ്നാനപ്പെടേണ്ട ആവശ്യം എനിക്ക് തോന്നിയിട്ട് എന്നോടാരും പറഞ്ഞില്ല. ഞാൻ സ്നാനപ്പെടാൻ പോയി. എൻ്റെ ഭർത്താവ് കമ്മലും മാല ഊരി സ്നാന ദിവസം എന്ന് പറഞ്ഞു. അന്ന് സ്നാന ഗുണമില്ലാത്ത വേങ്ങൂർ പ്രദേശത്താണ് ഞാൻ സ്നാനപ്പെട്ടു. എൻ്റെ സഹോദരങ്ങളതിന് മുമ്പ് സ്നാനപ്പെട്ടവർ കുമ്പനാട്ട് കൊട്ടാരക്കരയൊക്കെ ആണെന്ന് പറയുന്നു. എൻ്റെ ഭർത്താവ് തിരഞ്ഞെടുത്തപ്പോൾ ഒരു ചെട്ടിക്കാരുടെ കുളം കണ്ടു. അത് വലിയ വീട്ടിൽ സാറ് താമസിക്കുന്ന പുരയിടത്തില് പുള്ളിയായിട്ട് വലിയ കമ്പനി ഉണ്ടായതുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ കമ്പനിയാക്കുവാക്കാറ് ഞങ്ങൾക്ക് അവിടെ സ്നാനത്തിനുള്ള അവസരം. എൻ്റെ കൂടെ 6 പേര് സ്നാനപ്പെട്ടു. 2 ഭാഷമാരുടെ മക്കൾ 3. എൻ്റെ അപ്പച്ചൻ്റെ സ്വന്തം പേരുടെ ഒരു കൊത്തന്മാരുണ്ട്. ഞാൻ അങ്ങനെ 6 പേര് സ്നാനപ്പെട്ട് എല്ലാവരും വിശ്വാസത്തിൽ നിൽക്കുന്ന 2 പേര് മരിച്ചതായിട്ട് അറിയാം. ഭാഷയുടെ മക്കൾ 2-3 ഉണ്ടെന്ന് വിശ്വസിക്കുന്ന എനിക്കറിയത്തില്ല. ഞാനും ഉണ്ട്. 6 പേരും ഞാനുണ്ട്. അല്ലാതെ ആർക്കും അറിയത്തില്ല. അന്നത്തെ കാലത്ത് അന്ന് ഞങ്ങൾ 3-4 പേരേ ഉള്ളൂ. അന്നത്തെ മാവേലിക്കരക്ക് ഇവർക്കെന്നും പറഞ്ഞൊരു ഭാഷ ഇരിക്കുമ്പം പായിട്ട എനിക്ക് പറയാൻ വിഷമമുണ്ട്. പാ പറഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ തലമുറ ഉണ്ടാവും എന്നുള്ള ആദ്യത്തെ സമയമുണ്ട്. അങ്ങനെ ഞങ്ങൾ അന്ന് 3 സഹോദരിമാരുണ്ട്. 3 പേരും ഗർഭിണികളായി. എന്താണ് പറഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ പാടത്തിളക്കേരിക്കും എന്ന് പറഞ്ഞ് 4 കാല് ഒരു മാടത്തിലാണ് ഞങ്ങൾ
ആ മണ്ണുകൊണ്ട് വിളാറ്റുപാറ ഉണ്ടാക്കി ആരാധിച്ചു. അത് 5 സെന്റ് ഭൂമി ഒരു മധ്യകാലിയുടെ കയ്യിൽ നിന്ന് അപ്പച്ചന് രഹസ്യമായിട്ട് വേണ്ടി 5 സെന്റ് കിട്ടി, ഒരു റോഡരുവി. അങ്ങനെ ഞങ്ങൾ താമസിച്ചു. പിന്നെ മാറി 6 കാലിയൊരു മാടം വെച്ചു, അതിലും ആരാധിച്ചു. പിന്നെ കിഴക്ക് പടിഞ്ഞാറൊരു കട്ടണം വെച്ച് വിലപ്രസാദം കഴിയുന്നു, മരം വെട്ടി. ആടുങ്ങൾ പുരുഷന്മാരാരും ഇല്ല, 3 കുടുംബം. വല്യപ്പനെ വയ്യ, അച്ഛൻ്റെ അപ്പച്ചനുണ്ട്. അപ്പച്ചനൊരു വടിയും കൂടി ഞങ്ങൾ നടക്കും. നമ്മുടെ തിരുവനന്തപുരത്തിൽ പറയുന്നല്ലോ ആട് ഇടമേച്ചെന്ന് പറയുന്നവരുടെ വയസ്സ് വടിയും കൊണ്ട് ഞങ്ങളുടെ കൂടെ കാണും. കാരണം ഞങ്ങളുടെ മുമ്പ് വിളിയുണ്ടെന്നുള്ള വിശ്വാസത്തിൽ ഞങ്ങളും പോകും. അങ്ങനെ പോകും. അങ്ങനെ ചെറുവക്കൽ ഇവിടെ കുമ്പനാകോണത്ത് ഒരു വളത്തിൽ ഇങ്ങനെ പല സഭകളുണ്ടാക്കി ഞങ്ങൾ വിശ്വാസികൾ തന്നെ പോയി. ഫിലിപ്സാറിൻ്റെ മോൻ പോയെടുത്ത്, എൻ്റെ ഭർത്താവ് പോയെടുത്തിട്ട് വാളാത്ത്. ഒരിടത്തെന്ന് പറഞ്ഞാൽ അറിയത്തില്ലല്ലോ, പെട്രോൾ മാക്സ് ഉണ്ട്. അത് രാത്രി പക ഈ സൈക്കിളുണ്ട്, മാസത്തിന് സാധനം കൊണ്ടുവരാനായാലും അതുണ്ട്. അതേ ഉള്ളൂ, വേറെ ആരും ഇല്ലല്ലോ. ഫിലിപ്സാറിൻ്റെ വേലക്കാരൊക്കെ കൂടെ പരിപാടി. ഫിലിപ്സാറിൻ്റെ ചാപ്പാട്. അന്ന് പാഷന്മാരുടെയൊക്കെ കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കുന്നത്? അവർക്ക് ഭക്ഷണവും പാച്ചന്മാര് വന്നുപോയി ചെയ്യുന്നവരും ഉണ്ട്. ജോസഫ് അപ്പച്ചന്റെ കൈക്കില്ല, അപ്പച്ചൻ സ്ഥാനപ്പെട്ട് ആ കാലത്താ. പക്ഷെ സ്ഥാനപ്പെട്ടത് തേവക്കര മോനാത്തെ ഓടനാട്ടത്ത് ശത്രുക്കള് ഈഴവരുടെ അവിടെ പോയി. ആ പുള്ളി അടിയും കൊണ്ടാ പോയി ഓടനാവട്ടം. ആ ഓടനാട്ടത്ത് വന്ന കുതിക്കുമ്പണം പ്രസംഗിച്ച് കൊച്ചുനാളി ബൈബിൾ ക്ലാസ് പഠിക്കും. കുതിച്ച ഭാഷ നമ്മുടെ വേടുമേഷ്യനകത്തുണ്ട്. ആരായോ കേസ് ചെയ്യണം. കുതിപ്പന്ത് അതിൽ കുതിക്കുന്നവരും പ്രായമായിരുന്നു. ആ അതിന് ഞങ്ങൾ ഓടനാട്ടം വരെ പോകും. യോഗത്തിന് അങ്ങനെയൊക്കെ പോകും. അന്ന് യോഗത്തിനല്ല, അന്ന് നമ്മളെ ഒരു തിരുവോണം പോലെ അങ്ങ് പോകും. രായെന്നോ പകരെന്നോ അന്ന് ആന്മാക്കൾ വേണമല്ലോ, അതേ ഉള്ള ചിന്ത. ഞങ്ങൾ ചെറുവൊക്കെ പോകുമ്പോൾ മലയിൽ കൂടെ പോകുമ്പം പെരുമ്പാമ്പ് വളഞ്ഞിടന്നതിനകത്ത് എവിടെ ചത്തക്കമ്പാന്ന്. പെരുമ്പാമ്പ് ചവിട്ടി വഴി കിടന്ന് പെരുമ്പാമ്പിന്റെ മോളിൽ ചവിട്ടിയിട്ട് കണ്ണാണാമി അച്ഛൻ തള്ള പറഞ്ഞ് ഞാൻ വന്നപ്പോ ഒരു ചെത്തക്കമ്പ് വഴി കിടപ്പുണ്ട്. തിരിച്ചു വന്നപ്പോ ചെത്തക്കമ്പുമില്ല, ഒന്നുമില്ല, അത് പോയി. എന്താ കൊണ്ടാ വന്നെ? മണ്ണെണ്ണോടൊക്കെ തിരി വരിച്ചിട്ട് കത്തിച്ച് തലയെ വെച്ചോണ്ടാ പോന്നെ. തലയെ വെച്ചോണ്ട് പോയാ കാറ്റ് അടിക്കുകയില്ല, ദേശത്തില്ലായിരുന്നു. പോകുമ്പോ ഞങ്ങൾ പോകുമ്പോ ബാധ ഉണ്ടെന്നൊക്കെ പറയുന്നേ. ഒന്നാമതി ഞങ്ങളങ്ങ് പോവും, അത് പറഞ്ഞാൽ മതി. ഒന്നും അതിനെ നോക്കുന്നില്ല, വനോ ഹിനോ ഒന്നൊന്നും നോക്കുന്നില്ല. രക്ഷ ഉണ്ടെന്നോ ഒക്കെ എല്ലാവരും പറയും. ഞങ്ങൾ കണ്ടിട്ടില്ല. ഞങ്ങൾ വെള്ളത്തിൽ കൂടെ ഒക്കെ പോയിട്ടുള്ളത്. ഒരു മത്തൻ ഭാഷയെന്നും പറഞ്ഞ് മത്തൻ സാറ് വേഗം സ്കൂളിൽ പഠിപ്പിച്ച് പുള്ളിക്ക് വേണ്ട ഞങ്ങൾ അവിടെ പ്രാർത്ഥിച്ചു. പിന്നെ ചെറുവൊക്കെ അങ്ങ് ഒരു ഭ്രാന്തന് പ്രാർത്ഥിക്കാൻ പോയി. അങ്ങനെ ചെറുവൊക്കെ സഭയുണ്ടായത്. അങ്ങനെ 2 ചെറുത്തില്ലാത്ത ഒരു കോട്ടയത്ത് അറിയാറ്, പുള്ളിയുടെ പേര് മറന്നുപോയി. ഒരു വനമായിരുന്നു, കാടല്ല, തടി ബ്ലോക്കിന് വെട്ടിയപ്പോ ഒന്നത്തെ മരമായിരുന്നു. അവിടെ അതിനകത്തൂടെ ഒരു കൊച്ചു ഇടവഴിയുണ്ട്. അവിടെ നിന്നൊക്കെ കൊച്ചുങ്ങൾ പള്ളിക്കൂടി സ്കൂളിൽ വരുന്നേ ഞങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ സാവാനത്തിലേക്ക് കൂടെ അങ്ങ് പോവും. അങ്ങനെ ഒന്നും അന്ന് നോട്ടമില്ലല്ലോ, വിശ്വാസത്തിന്റെ അങ്ങനെ പോയി ആരാധിച്ച് അവിടെ ഒരു സഭയായി. അവിടെ ഒരു 10-15 കുടുംബം ചെറുവൊക്കെ കിട്ടി. ഒരാഴ്ച എല്ലാവരും കൂടെ കൂടും, ചെറുവൊക്കെ പോവും. അവിടെ ഞങ്ങള് പെണ്ണുങ്ങളാരും പോയല്ല. ഓടനാവട്ടത്തും വാളാത്തും സഹോദരി ആരും പോയല്ല. ഈ അപ്പച്ചനും കുഞ്ഞച്ഛനും സഹോദരന്മാര് സഹോദരൻ പോവുക. അവരവിടെ ചെന്ന് ആരാധിച്ച് ശ്വാസമായിട്ട് എണ്ണ കിട്ടുന്ന എണ്ണ അവിടെ കൊടുത്ത് വെച്ച് അവര് ആഹാരം കഴിക്കാതെ പോരും. നീറായിക്കോട്ടും ഇവിടെ അങ്ങനെയൊക്കെ പോകും. അന്ന് അവരെ ഓടിയല്ല.
ഇവിടെയായിരുന്നു അത് ഞങ്ങളുടെ അവർക്കുള്ള ആവശ്യത്തിനുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെ അവിശ്വാസിച്ചിട്ട് കൊടുക്കുമല്ലേ ഞങ്ങളുടെ കൊടുക്കാറ്. എങ്ങനെ കൊടുക്കുന്നത്? അവരെ എത്തിക്കാൻ ചെറുപ്പക്കാരല്ലേ, അവര് വരുമല്ലോ, അവരിങ്ങോട്ട് വരുമല്ലോ. ആ കാലത്തൊക്കെ ദശാംശവും സ്വത്രാഴ്ചയൊക്കെ ഉണ്ടായിരുന്നു. ഉണ്ട്, ദശാംശം സ്വത്രാഴ്ച അന്നെല്ലാം ഉണ്ട്. അന്ന് ഇവരൊക്കെ അധ്വാനിച്ച് ഇന്നായി തെങ്ങായി ഇപ്പോഴല്ലേ റബ്ബറായപ്പോഴല്ലേ ഇതൊന്നും കൃഷിയില്ല. കൃഷി ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ചീനയും ചേനയും മത്തങ്ങയും ചിരക്കയല്ല ഇങ്ങനൊക്കെ കൊണ്ടുപോവുകയായിരിക്കും. അവിടെ ചെറുതൊക്കെ കൂടിയവരും നല്ലവരായിരുന്നു, അത് വിശ്വാസികളായിരുന്നു. ഒരു പ്രാവശ്യം പോറ്റാനുള്ള സാധനം അവര് കൊണ്ടായിരുന്നു. പിന്നെ അവര് അറിഞ്ഞു കൊടുക്കും സഹോദരന്മാർ. അറിഞ്ഞെന്തെങ്കിലും സാധനങ്ങൾ അങ്ങനെ കുടിക്കാതെ പൈസ പൈസ അരിയൊക്കെ വാങ്ങിക്കും. നുള്ളരി ഇവിടെ ഞങ്ങൾക്ക് വേണ്ടേ, ഞങ്ങളുടെ വേത്തോമിന്. ഞങ്ങളുടെ വേത്തോമി ഞങ്ങള് 4 പേരെ അന്നുള്ളു ആരംഭത്തിൽ. 3 കുടുംബം വല്യപ്പനും ഇത്ര പേരെ ഞങ്ങൾ ആരംഭത്തിൽ ഉള്ളു. പിന്നെ രാപകലില്ല കിടന്ന് പ്രാർത്ഥിച്ച് ഉറക്കമില്ല ഇറങ്ങി വീടുകളിൽ രാത്രി കയറും. പക്ഷെ അന്ന് വിശ്വാസം ഉണ്ടല്ലോ, പ്രാർത്ഥിച്ച സുഖം വരും. പ്രാർത്ഥിച്ച് 1-2 കുടുംബങ്ങളിൽ നിന്ന് ഓരോന്ന് വന്ന് പിന്നെ ഒരു വീട്ടിൽ താമസിച്ചിരുന്ന അച്ഛന് സുഖമായിട്ടായിരുന്നു പ്രാർത്ഥിച്ച് തൈക്കളങ്ങര ഒരു സാധനം എൻ്റെ അമ്മയെന്ന് പറയും. ഒരു കുടുംബക്കാർ എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ പ്രാർത്ഥിച്ചു. ആ അമ്മ ഇച്ചിരി പ്രഭാതി അത് ജീവിതം ഉണ്ടായിരുന്നു. അവര് വന്ന് പിന്നെ വയറ്റൂടെ കുഞ്ഞു വെച്ചാൽ വന്ന് അങ്ങനെ ഓരോരുത്തർ അത് അപ്പച്ചൻ്റെ ഒരു ഫ്രണ്ടായിരുന്നു. നേരം വെളുത്ത് കടയിൽ വന്നിരിക്കും, ചില്ലറ എവിടേക്കൊക്കെ അവിടെ ചെയ്യും. അപ്പച്ചൻ്റെ കയ്യിൽ പൈസ വീഴും. എന്നാൽ പൈസ കുറവുള്ള കാലമാണ്. പൈസന്മാർ വന്നാലും ഒന്നും കൊടുക്കാനുള്ള കാലം ആരും ഇല്ലല്ലോ. അരിപ്പട്ടി വെച്ചാലും ഒന്ന് കരിപ്പട്ടി കച്ചവടം സാറുകൾ കൊണ്ടിപ്പോൾ പിന്നെ അപ്പച്ചനെ മുക്കി കാണും. പിന്നെ വരുന്നവരൊക്കെ അന്ന് കൊടുക്കുന്നത് നടന്നേ പാനൊക്കില്ല. നുള്ളരി ഓരോ അരി നുള്ളിയടിയല്ലേ, ഇത്ര അരി നുള്ളി കരത്തിയടിയല്ലേ. ഒരാഴ്ച ആകുമ്പോ ആഹാരം വെക്കുമ്പം മാറ്റിയിടും. മാറ്റി ഒരു പാത്രത്തിൽ ഇടും. അത് വെയ്ത്തമലേ കൊള്ളാം. അത് കൊച്ചുങ്ങളെ സന്തോഷം നോക്കുമ്പം കൊണ്ടുപോകും. ഞങ്ങൾ കൊണ്ടുപോയി അത് വെയ്ത്തമ എന്തോ എന്നും നമുക്കറിയണ്ടല്ല. അത് വയറ്റിൽ പറഞ്ഞോണം പച്ചരിയും പുട്ടരിയും പൊടിയരിയും കിടിയരിയൊക്കെ കാണും ഉള്ളത്. ഇല്ലാത്തോണ്ടൊക്കെ തോനെയൊക്കെ ഇട്ടുകൊണ്ട് പോകും എന്നുള്ളത്. പള്ളി വലുതായി അത് 3-4 വീട്ടുകാരുടെ പള്ളിയായിരുന്നു. ലൈറ്റ് ആയത് 76-ലാണ് ലൈറ്റ് വന്നത്. എന്റെ മോൻ ബൈബിൾ കോളേജിൽ പോകുന്ന ആ വർഷം വന്നേ. വീട്ടിന് മാറ്റം ഉണ്ടായി, അവർക്ക് വളർച്ച ഉണ്ടായി, വീടുകൾക്ക് മാറ്റം ഉണ്ടായി, മനുഷ്യന് വ്യത്യാസം വന്ന് പലരും വരക്കാൻ തുടങ്ങി. അന്നേരം ആളുകൾ കൂടി. അന്നേരം അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ഭാഷമാരെ വരുത്തി ചാർത്തുന്നിട്ട് പ്രസംഗിക്കായിരുന്നു. പിന്നെ അപ്പച്ചനും ഒക്കെ രാവിലെ ഈ കോളാമ്പി പോലുള്ള മൈക്ക് വെച്ചും കൊണ്ട് പാറയിലൊക്കെ പോയി പ്രസംഗിക്കും. വെളുപ്പാൻ കാലത്തൊക്കെ അതിന്റെ ഫലം എല്ലാ വീട്ടിലും 5-6 മക്കളുണ്ടായിരുന്നു. ഇവിടെ 9 പേരുണ്ടായി. 9 പേരുണ്ട്. 3 പേരും മരിച്ചുപോയി. ഒരു കുഞ്ഞ് 10-13 ദിവസം കിടന്ന് ഇരട്ട മറ്റേ കൊച്ച് 3 മാസം കിടന്നു. പെട്ടെന്ന് ഒരു വിമർശം പോലെ വന്നു. ഇനി ഒന്നും ആശുപത്രിയിൽ കൊണ്ടുപോയിട്ടില്ല. അതിന് മരിക്കും. ആശുപത്രി വേണമെങ്കിൽ അന്ന് തിരുവനന്തപുരത്തൊക്കെ ഉള്ളു. ആശുപത്രി ഇറക്കുന്ന അന്ന് ആശുപത്രി ആരും തിരക്കിയല്ല. ഉണ്ടോന്ന് വിശ്വാസത്തിൽ പ്രാർത്ഥിച്ച് കണ്ണീരൊഴുക്കി ദൈവത്തോട് നിലവിളിക്കുമ്പം ദൈവം വിളിക്കുക. കുഞ്ഞുങ്ങൾ ഗർഭിണിയായാൽ ഒന്നും ആരും പോയ സൂചി വെക്കുകയോ കുത്തി വെക്കുകയോ ഒന്നും ചെയ്യല. പ്രസവത്തിനൊന്നും പോയല്ല. 8 ദിവസം വീട്ടിലാണ്. ഓരോ മരുന്നൊന്നും കുഞ്ഞുങ്ങൾ കൊടുത്തിട്ടില്ല. എൻ്റെ മോന്
അങ്ങനെ 8 പ്രസവം. 9. പ്രസവം വീട്ടിലായിരുന്നു. വീട്ടില. അതിന്റെ മോനെ എന്റെ അമ്മയുടെ വീട്ടിലാ പ്രസവിച്ചേ, വാപ്പാല്. അപ്പം അമ്മ അന്ന് സമുദായത്തിൽ ഒരു അരിഞ്ഞാണം മേടിച്ച് കെട്ടി തന്നു. പ്രസവിച്ച് വരുമ്പോ 28-ന്റെ അന്ന് ഇവിടെ വന്ന്. 28-ന്റെ അന്ന് വന്നപ്പോ ഇവിടെ കിണറൊന്നും ഇല്ലെന്ന്. പക്ഷെ ഇത്തിരി വേദന അനുഭവിച്ചതാ മോനെ. കിണറില്ല, അടുത്ത വീട്ടിൽ 2 കുടം മേടിച്ചു വിട്ടിട്ടിരുന്നു. 28-ന്റെ അന്ന് മേടിച്ചപ്പോ അന്നൊക്കെ പ്രസവം ഉണ്ടല്ലോ. ഇപ്പൊ അങ്ങനൊന്നും ഇല്ലല്ലോ. ഇപ്പൊ എന്തുവാ അത്ര ആശുപത്രി മരുന്നൊക്കെ ഉണ്ടല്ലോ. അപ്പൊ 2 കുടം മേടിച്ചിട്ടിരുന്ന ഞങ്ങളുടെ താഴെ വെള്ളം കോരുന്ന എന്നോട് പറഞ്ഞ് കുടത്തി 2 കുടം എടുത്തോണ്ട് ചെന്ന് നെടുവങ്കായി കുടം വെള്ളം കോരി വയ്ക്കും. വെള്ളം കോരി വെച്ചാൽ ഞാൻ വരുമ്പോ എടുത്തോണ്ട് വരാം. 10 മണിക്ക് വീട്ടിൽ വരും. 3 തയ്യക്കാറുണ്ട്. അവര് തുണി വെട്ടി കൊടുക്കണം. വെട്ടിയിട്ട് കൊടുത്താൽ അവര് തയ്ക്കും. അത് വിൽക്കാൻ കൊണ്ടുപോകണം. അപ്പം ഞാൻ കൊണ്ടുവന്ന് വെള്ളം കോരി കുടം നിറഞ്ഞപ്പം പേരപ്പേ വന്നു ഒരു വടിയും കൊണ്ടുവന്ന് അടിക്കാൻ കൊടുത്തു. അന്നേരം ഞാൻ സോദരൻ പറഞ്ഞില്ല, പോകുന്ന കരച്ചിലൊന്നുമില്ല. അന്നേരം കരച്ചിലൊന്നും വന്നില്ല. എന്തോ അന്നേരം ഞങ്ങളുടെ അമ്മാവിയത്തിനൊക്കെ വിരോധമാണ്. ഞങ്ങളിന്ന് പോകുന്നില്ലേ, ഞങ്ങളുടെ പച്ചവെള്ളം കുടിക്കരുത്, ഇതാ എൻ്റെ ഓഹരി എത്തുമ്പോഴല്ലേ അത് ഇനി കിടക്കുക പറയാം. അന്നേരം അങ്ങനെ ഇരുന്നപ്പോ ആരോ പറഞ്ഞതിലറിഞ്ഞ് ഇങ്ങനെ ഇവിടെ വഴക്കുണ്ട്, കുടമില്ലെന്നില്ല. പക്ഷേ അങ്ങനെ ഈ അയ്യത്തോടെ പോയി താഴെ അയ്യത്തങ്ങാണ്ട് പോയി ഒരു കൊച്ചുവെള്ളം പറഞ്ഞൊരു വെള്ളയപ്പനെ പറഞ്ഞ് അയച്ച് 2 വട്ടം വെള്ളം കൊണ്ട് തന്നു. അന്നത് അങ്ങനെ പിറ്റേന്ന് രാവിലെ ഞങ്ങൾ അമ്മാവിയപ്പയും മൂത്തച്ഛനും കൂടെ വന്ന് മുന്താലിയും കൊട്ടയും ചേട്ടനും എല്ലാം കൂടെ കൊണ്ടുവന്ന് വെട്ടു തുടങ്ങി. കിണർ വെട്ടിയതിനും പറഞ്ഞ് കുന്നമ്പറ വെള്ളം കാണില്ല, വെറുതെ വിട്ടു എന്നൊക്കെ പറഞ്ഞ്. എന്നാലും അവർ തുടങ്ങി. സാധനമൊന്നും കണ്ടില്ല. അവര് തന്നെ സാധനം കണ്ടായിരിക്കും, ഞങ്ങൾ അറിഞ്ഞില്ല. പറഞ്ഞല്ല തുടങ്ങി. ആഹാരം കൊടുത്തോന്നൊന്നും എനിക്ക് അറിഞ്ഞോളൂ, അതെനിക്ക് ഓർമ്മയില്ല. അവര് വെട്ടി 10-20 ആയപ്പോഴും നനവുണ്ടെന്നും പറഞ്ഞ് പിന്നെയും വെട്ടി. ഒരിക്കൽ പറഞ്ഞ 24 തൊടി വരെ വെട്ടി. 24 തൊടി വെട്ടിയപ്പം വെള്ളം കണ്ട് അന്ന് അവര് നിർത്തി. പിന്നെ അവര് ഒന്നോട് പാളത്തൊടി എന്ന് പറഞ്ഞ് കുഴിച്ച് വെള്ളം കൊണ്ട് ഇതുവരെയും കിണർ പറ്റിയിട്ടില്ല. പ്രാർത്ഥിച്ച് ഇന്ന് മോയ ഇറങ്ങി നോക്കിയാൽ പുതിയ കിണർ പോലെ കിടക്കുക. പ്രാർത്ഥിച്ച് 71 വർഷമായി. എൻ്റെ മോൻ്റെ 28-ന്റെ അന്ന്. അത് മറക്കാൻ നോക്കും. മറക്കാൻ 28-ന്റെ അന്ന് 29-ന്റെ അന്ന് വിട്ടു തുടങ്ങിയതാ. കെട്ടിയ മേശരി പറഞ്ഞത് പുതിയ കിണർ പോലിരിക്കുകയാണ്. പുതിയ കിണറെന്നേ തോന്നും. അത് കണ്ടായിരുന്നു. ഒരു പഴക്കമൊന്നുമില്ല കിണർ. അങ്ങനെയൊക്കെയുള്ള ജീവിതത്തിൽ കഴിഞ്ഞ എന്തുമാത്രം. അതൊക്കെ ഓർക്കുമ്പം അരകല്ലില്ല, അടുപ്പില്ല, വെള്ളമില്ല, ഉളക്കയില്ല, ഉരലില്ല, എല്ലാം അതിൽ പ്രാപ്തിയില്ല. അതിൽ ഇട്ടുകൊണ്ടൊക്കെ അന്നൊക്കെ കഴിയാൻ. പിന്നെ വിശ്വാസമുണ്ട്. അന്നേരം വിശ്വാസമുണ്ട്. അതിനെക്കുറിച്ച് വിചാരമില്ല. ആഹാരത്തെക്കുറിച്ചോ ഭക്ഷണത്തെക്കുറിച്ചോ ഒരു വിചാരം. ആരും കുഞ്ഞുങ്ങൾ കരയുന്നില്ലല്ലോ. ഇല്ല. പിന്നെ വയ്യുമ്പോൾ വന്ന് എനിക്ക് കൂട്ടിന് കിടക്കാൻ അമ്മ അവിടുത്തെ പെണ്ണിനെ പറഞ്ഞു വിടും. സ്കൂളിൽ നിന്ന് ഇവിടെ വരും. അവര് സ്കൂളിൽ പോകും, പിന്നെ ഇവിടെ വരും. അങ്ങനെ ഞാനിവിടെ കാണും. പുള്ളി സമയത്ത് വരും, വല്ലതും കഴിക്കും, ചന്തയിൽ പോകും. പിന്നെ പണിക്കാരുണ്ടേ പറഞ്ഞു വിട്ടും. അവര് പോയി കിടക്കും. അവിടെ ഇവിടെയൊക്കെ ഓരോരുത്തർ കയറി. പോലീസ് വന്ന് മലയെല്ലാം അങ്ങ് തെളിച്ചിട്ട് പോലീസ് തെളിച്ച ഞങ്ങൾക്ക് തെളിക്കാൻ പോകാൻ ആരും ഇല്ലല്ലോ. വേലക്കാരെ തെളിച്ച് വേലക്കാരുടെ കൂടെ ഒക്കെ പറ്റണ്ടേ. പോലീസിന്റെ കൂടെ ഓടാറുന്നവരെ നിൽക്കാൻ. അങ്ങനൊക്കെ ഓരോരുത്തർ വിട്ടപ്പോൾ അവരൊക്കെ കളഞ്ഞേച്ച് പോയി. ബസ് അന്നത്തേക്ക് കുറഞ്ഞ വിലയ്ക്കാൻ മേടിച്ച് പട്ടയം കിട്ടി. പട്ടയം കിട്ടിയതേ ഉള്ളൂ. അപ്പം ചെമ്മരിക്കുന്നതിന് നമ്മുടെ ഇതായില്ല. പട്ടയം കട മേടിച്ച് തന്നു. അങ്ങനെ തന്നു. ഒരു സൂചിയിലുണ്ടാക്കിയതായില്ല. എങ്ങനെ ഇതൊക്കെ ചെയ്തെന്നൊന്നും എനിക്ക് പറഞ്ഞാൽ അറിയത്തില്ല. മക്കള് മോൻ പഠിക്കാൻ പോയി. മോന് 15 വയസ്സ്, 14 വയസ്സ്. ഇപ്പം ഇവിടെ ഉള്ളവന് 14. ഏറ്റവും ഇളയന് 4 വയസ്സ്.
മറ്റൊക്കെ അപ്പച്ചൻ മരിക്കുമ്പം ഇപ്പം BA വരെ പഠിച്ചവർക്ക് അതാ 7ാമത്തോട്, അവൾക്ക് 11 വയസ്സ്. അപ്പച്ചൻ മരിക്കുമ്പം 43 വയസ്സുണ്ട്. അന്ന് 2000 രൂപ 3000 രൂപയോളം കടമുണ്ട്. 83 ഇവിടെ കല്യാണം, സൂസമ്മയുടെ കല്യാണം. 83 ഒരു മോളുണ്ട് ലീലാമ്മയ്ക്ക്, ആ പ്രസവം ഇവിടെ കല്യാണം. ആ കടം ഞങ്ങളുടെ വീട്ടിൽ പറങ്കേണ്ടിയുണ്ട്. പറങ്കേണ്ടി ഒരു വട്ടം പറങ്കേണ്ടി ഉണ്ട്, 12 രൂപ കിട്ടും ഒരു കട ഇടയ്ക്ക്. അന്ന് വിലയില്ല, എന്നാലും ഉണ്ട്. അല്ലെങ്കിൽ എന്നോട് പറിച്ചു തരും. ഞാനും കൊച്ചും കൂടെ പോയി, കുഞ്ഞല്ലേ അവിടെ, ഞാനും കുഞ്ഞും പറക്കും, അയാളും പറക്കും. അങ്ങനെയൊക്കെ കൊണ്ടുവന്നൊക്കെ വിൽക്കും. അതേ എനിക്കറിയാവൂ. പിന്നെ എങ്ങനെയാ കാര്യങ്ങൾ നടന്നതെന്ന് ചോദിച്ചാൽ ആരും തന്നതുമില്ല, ആരും അന്ന് തന്നിട്ടുമില്ല. ഞാൻ കാര്യം നടത്തേണ്ടി എന്ന് പറഞ്ഞാൽ എനിക്കൊന്നറിയാം. ഞാൻ അന്ന് ഒരു വാക്ക് പറഞ്ഞു ദൈവത്തോട്, സ്ഥലവും പറഞ്ഞതുപോലെ തന്നെ പറഞ്ഞു, എനിക്കധികം വേണ്ട, പട്ടിണിയാവരുത്, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് 4 അക്ഷരം കൊടുക്കണേ, ശത്രുക്കളുടെ ജീവിക്കാൻ വേണം എന്ന് ഞാൻ പറഞ്ഞതാണ്. അവരും വരത്തേന്ന് താങ്കളെ ഒന്ന് ചോദിച്ചു, പെങ്ങളെ ഇച്ചിരി കടമൊക്കെ ഉണ്ട്, പെങ്ങളൊന്നും ചെയ്യല്ലേ. ആ വാക്ക് എനിക്ക് ഓർമ്മ. പെങ്ങളൊന്നും പ്രവർത്തിച്ചതല്ലേ, അവിടെ തിന്നാൻ കുടിച്ചതും അല്ലേ, വസ്തുവൊക്കെ മേടിച്ച കടം വന്നതാണ്. ആ വസ്തുവൊക്കെ കിടപ്പുണ്ട്. കൊച്ചുങ്ങളെ വളർത്തണേ, അവരൊന്നും ചെയ്യാം. ഞാൻ പറഞ്ഞു ഞാനൊന്നും ചെയ്യല, എൻ്റെ ദൈവം എന്നെ വിളിച്ചിട്ടുണ്ട്. ദൈവം ആത്മാവ് ദൈവം തന്നെ എടുക്കണം. ഞാൻ ഒന്നും ചെയ്യണമെന്ന് ആഗ്രഹിക്കുക, പക്ഷേ എന്നെ ദൈവം വളർത്തണം, അവരെ പഠിപ്പിക്കണം. അവരുടെ ഇടയ്ക്ക് പോയി ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ ഇടവരുത്. അതിന് വീട്ടിൽ പോയി പോയെന്നും പറഞ്ഞു ഞങ്ങൾക്ക് പാലിടവരുന്നൊരാഗ്രഹം എനിക്കുണ്ട് എന്ന് മാത്രം അവനോടൊപ്പം. അവനാദ്യം അങ്ങനെ ദൈവം കടമില്ല അങ്ങ് വീട്ടു പറഞ്ഞിട്ട് അവനും അങ്ങ് പോയി. പിന്നെ അവൻ വരുമായിരുന്നു സഹായിക്കുവാൻ. എനിക്ക് പണത്തിലല്ല എൻ്റെ എല്ലാ കാര്യങ്ങൾക്കും, എൻ്റെ കുഞ്ഞുങ്ങളുടെ എല്ലാ കാര്യം. ഈ വിവാഹം കഴിച്ച സാധനങ്ങൾ എന്തോ ഇവിടെ വേണ്ടിയെന്ന് എനിക്കറിയത്തില്ല. ഒരു കല്യാണത്തിന് എന്തോ മേടിക്കണമെന്ന് അറിയത്തില്ല, ഒരു കട എനിക്കറിയത്തില്ല. അപ്പം ജീവിച്ചിരുന്നപ്പോൾ ഒരു കട കണ്ടിട്ടില്ല. എൻ്റെ മക്കളെ ഉള്ള കടയിൽ പോയിട്ടുണ്ട്. ഇതിനെല്ലാം എൻ്റെ ആങ്ങളെ കുഞ്ഞുകുട്ടിയാണ്. ഞങ്ങൾ എൻ്റെ 5ാമത്തെ മോളെ കല്യാണം ഓർമ്മിച്ചേച്ച് ഞങ്ങൾ രാത്രി ഇവിടെ വരുമ്പം പെങ്ങൾ പോകും, വീട്ടിൽ പോകും. 5 മണിക്ക് ഒരുങ്ങി കുളത്തുപോലെ പോകണം. അന്നേരം അവര് പിറ്റേന്ന് വരും. അവർക്ക് വെറുതെ അതെങ്ങനാന്ന് പറഞ്ഞാൽ അതൊന്നും പെങ്ങളുടെ അറിയണ്ട. ലീലാമ്മയോടുണ്ടല്ലോ, പെങ്ങൾ പോയി കുളത്തുപോലെ പോയി ജീവരാശിയിൽ പോയി കല്യാണം പറഞ്ഞേച്ച് വന്ന ഒരു കാര്യം ഞാൻ പറയാ. ഇവിടെ 2 പോയി കല്യാണം പറഞ്ഞേച്ച് കൂടെ വന്നപ്പോൾ സഹായമോ എന്ന് പറയണം. എനിക്കറിഞ്ഞൂടാ. അന്ന് PAPക്കാർ സെക്രട്ടറിമാരെ വിളിക്കണമെന്നൊന്നും എനിക്കറിഞ്ഞൂടാ. എൻ്റെ അപ്പച്ചൻ്റെ കണ്ണീരും അത് ഞാൻ പറയാം. അപ്പച്ചൻ കണ്ണീരും മുട്ടുമേലിട്ട് പ്രാർത്ഥിക്കും, കൈ ഉയർത്തി പ്രാർത്ഥിക്കും. കൈ എപ്പോഴും ഉയർത്തി, ആരാധനയ്ക്കായാലും കൈ ഉയർത്തും, വീട്ടിലായാലും കൈ ഉയർത്തും. ഒരു മുട്ടങ്ങ് മടങ്ങും, മുട്ടുമേലിരിക്കും. എന്നെ ഇവിടെ പ്രാർത്ഥിക്കും. ഇപ്പോഴും ഇതിനും പറയാം, അച്ഛൻ്റെ കണ്ണുനീര് തോരാത്ത കണ്ണീര് അവിടെ തുരുത്തി പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഞാനും കരയേണ്ടി വന്നു. ഒരുപോലെ പ്രാർത്ഥിക്കും, കണ്ണീരോടെ പ്രാർത്ഥിക്കും, കണ്ണീരോടൊന്നും പ്രാർത്ഥിക്കാൻ എന്തോന്ന് അറിഞ്ഞൂടാത്ത രൂപ പ്രാർത്ഥിക്കും. അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കും. സഹായത്തിന് വന്നപ്പോഴത്തെ കാര്യം പറഞ്ഞിട്ട് ഇവിടെ വന്നപ്പോഴത്തെ 9-10 രണ്ടിടത്ത് കയറിയത് രാവിലെ വെളുപ്പിലേ പോയി, ആനക്കുളം വണ്ടിയെ പോയി. നിന്നെ ഈ കാര്യം ചെയ്യാതെ എപ്പോഴില്ലേ ഭാഗത്തെ രാവിലെ ആരാ പോന്നേ? ഞങ്ങൾ 3-4 പേരില്ല അവിടെ വന്നൊക്കെ. അന്നേരം പോയ ചെന്നപ്പോഴത്തേക്ക് ഇവിടെ സഭയാ നാളെ കല്യാണം ഉറപ്പ്, അവരിങ്ങോട്ട് വരും. 15 കല്യാണം എന്ന് പറയാനല്ല എനിക്കറിഞ്ഞത്. എനിക്ക് അതൊന്നും പറയാൻ അറിഞ്ഞൂടാ, കേട്ടിട്ട് ഇല്ല. അപ്പോഴത്തെ കല്യാണത്തിന് കാര്യത്തിനൊന്നും ഞാൻ പോകുന്നു. 4 മക്കൾക്കും 50 സെന്റ് സ്ഥലം വീതം കൊടുക്കാൻ അപ്പച്ചൻ കരുതി. ആ മനുഷ്യരെ മറക്കാൻ കരുതി.
അരസെന്റ് ചവിട്ടിയേക്കാൻ ഭൂമിയില്ലാത്ത മനുഷ്യന് അത്രയും ഉണ്ടാക്കിയിട്ടേച്ച് പോയില്ല എന്റെ കുഞ്ഞുങ്ങളെ അത് കിട്ടി. ആണുങ്ങളുടെ അപ്പച്ചന്റെ ചെറിയ പ്രായത്തിൽ അപ്പച്ചന് വസ്തു ഇല്ലായിരുന്നു, കുറവായിരുന്നു. ബന്ധുക്കുത്തരായിട്ട് തന്നില്ലെന്ന് പറഞ്ഞില്ലേ? സ്നാനം പെട്ടോണ്ട് ഞങ്ങൾക്ക് തന്നില്ല. വന്നതുകൊണ്ട് നമുക്ക് കിട്ടിയില്ല. ഇല്ല ഇല്ല ഇല്ല, നമ്മള് മണ്ണില്ലാതെ തുടങ്ങി വന്നില്ല. പിന്നെ അപ്പനും അമ്മ അങ്ങ് രോഗിയായി. അത് കൊടുക്കാൻ ദൈവം തന്നു. മക്കൾക്ക് കൊടുക്കാൻ ആ വസ്തുക്കളുണ്ട്. വസ്തുക്കളില്ലാതെ എടുത്തവർക്ക് കൊടുത്ത് സുഖമേ അങ്ങ് ജോലിക്ക് പോയി. അവിടെ പഠിത്തം കഴിഞ്ഞ് അവിടെ വടക്കേണ്ടിക്ക് പോയി. രാവിലെ ജോലിയായിരുന്നു. മറ്റേ മോള് തയ്യൽ പഠിപ്പിച്ച് മൂത്ത മോളെ പിന്നെ മുമ്പോട്ട് വിട്ടില്ല. മറ്റേ പോയ 4-5 വർഷം കെ വി പിള്ളേരുടെ അവിടെ പഠിച്ച് ഈ മോൻ പഠിച്ച് അങ്ങ് വടക്കേണ്ടി പോയി IT പഠിക്കാൻ. അവിടെ പോയി മലയാളി 12 പേരെങ്ങാണ്ട് കൂടി അവൻ മാത്രം ജയിച്ചു ITക്ക്. യവനെ മാത്രം ഗൾഫിന് വിട്ടില്ല. അതൊക്കെ പറയേണ്ടതാ. 12 പേര് കൂടി ഇവിടുന്ന് ബോംബെന്ന് കയറ്റി വിട്ട് 88 ഇവിടുന്ന് പോയി. എൻ്റെ 5ാമത്തെ മോൾ 500 രൂപ ഭർത്താവ് 88 അവിടെ കല്യാണം. അവൻ 500 രൂപ കൊടുത്തിട്ടില്ല. അവിടെ ചെല്ലുമ്പോ ഇവിടുത്തെ പണം ഒന്നും ചെയ്യാൻ നോക്കിയല്ലോ കുഞ്ഞായിട്ട്. നിക്കറിന്റെ പാൻറ്റിന് പട്ടം പോക്കറ്റും കെട്ടിയിട്ടുണ്ട്. ഞങ്ങളെ ഉണ്ടാക്കിയതാണ്. ഞാനിത് പറയാൻ നാട്ടുകാർക്ക് മൊത്തം അറിയാം. ഞങ്ങൾ 40 ആയ വിഷയമാണ്. ഞങ്ങൾ ഇവിടെ പാർത്തത് തന്നെ. ഇവിടെ വിട്ടുപോകാൻ ഞാൻ പറഞ്ഞില്ല, ഞങ്ങളുടെ സ്വന്തക്കാരുടെ ഭൂമിയാണ്. ഇവിടെ വിടണമെന്ന് പറഞ്ഞ ഞാൻ പറഞ്ഞ ഇടത്തില്ല. ഞാൻ ഇറങ്ങിയ ചവിട്ടി മാറത്തില്ല. അത് പറഞ്ഞു വീട് വെച്ചാൽ മറ്റേത് തരാൻ ഒരു അമേരിക്കക്കാരൻ പറഞ്ഞ് അതെല്ലാം പറഞ്ഞ് പിന്നോട് കാമ്പച്ചൻ പറഞ്ഞ് നിങ്ങളെ ഉണ്ടെങ്കിൽ എൻ്റെ വീട്ടുകാരെല്ലാം CPM നിങ്ങൾക്ക് ഇഷ്ടമുള്ളെടുത്ത് ഈ സഭയെ മുമ്പോട്ട് പോകാൻ വെക്കിയത് ഞാൻ പറഞ്ഞ് പിടിച്ചു നിൽക്കാം. സഭയ്ക്ക് പ്രശ്നം നമുക്കൊന്നും എല്ലാവരോടും ക്ഷമ വയ്ക്കാനുള്ള കാര്യം നമ്മളെ ക്ഷമിക്കുക. ക്ഷമിച്ചാൽ കൂടെ വാഴാം എന്നൊരു പ്രമാണം ഉണ്ടല്ലോ. അതുകൊണ്ട് എന്തെങ്കിലും വന്നാൽ നമ്മൾ സഹിക്കുക. ഇന്ന് വരെ മോനെ ആ സഭ പിടിക്കാൻ അങ്ങോട്ടും പോയിട്ട് വിഷമയില്ല. ഞാൻ എനിക്ക് പാവുന്ന അനുവാദം അവർ പറഞ്ഞു. അവരൊന്നും നിങ്ങൾ അപ്പച്ചൻ പറഞ്ഞു. ഞാനല്ലേ, ഞാൻ വിട്ടുപോയതാ. കിഴക്കോട്ടിന് ആലോചിച്ചാൽ ഞാൻ പണിയാൻ ആരെയും വിട്ടുപോയത്. അതെന്റെ മനസ്സിൽ കയറിയിരുന്നു. അതുകൊണ്ടാണ് വിട്ടു പറഞ്ഞു. ഒരു വാക്യം പറഞ്ഞു. അതുപോലെ അമ്മയുടെ ഒരു വാക്യം പറഞ്ഞു. ഇവിടെ വിട്ടുവാകെ അവർ ശുദ്ധരം ചെയ്തു. ഞങ്ങളെ ബന്ധുവോസിന്ന് മറ്റേ അന്നേരം പറഞ്ഞ മണ്ണിന് വേണ്ടിയാ മാണിക്ക പിടിയായിരുന്നു. അതിനാ കെട്ടും കൊണ്ട് ചന്തയിൽ പോയാൽ പൊടി വരിയിട്ട് തുണിക്കകത്ത് കൂടാത്തം ചെയ്തിട്ട് വിൽക്കിയത. അന്നേരം പറഞ്ഞ് കൊത്തമ്മൻ പറഞ്ഞ് അവൻ തിരിച്ചു ബന്ധുവോസിന്ന് തിരിച്ചു വരാമെങ്കിൽ എന്ന് പറയാനൊരു കാരണമുണ്ട്. യാക്കോബല്ലേ യാത്രന്മാർക്ക് ധൂപം കാട്ടിയാളാ ഈ സാധനം വിട്ട് അവർക്ക് ഇഷ്ടപ്പെടും യാക്കോബക്കാർക്ക്. അതുകൊണ്ട് തിരിച്ചു വിളിച്ചപ്പോൾ അമ്മയോടെ പറഞ്ഞു. അന്നേരം അമ്മ ഒരു വാക്ക് പറഞ്ഞു. എടാ, ഒരുത്തന്നെ പിടിച്ചാലും വരത്തന്നെ പിടിക്കണം, ഒരു കമ്പയെ പിടിച്ചാലും പുടിക്കമ്പയെ പിടിക്കണം. അമ്മയുടെ കഥ എന്ന് പറഞ്ഞാൽ MC തോമാറ്റ റോഡ് വെട്ടി പള്ളിക്കൂടമുണ്ട്, മതലുണ്ട്. പിതാവിൻ്റെ കൂടെ പോയതിനാ ഈ ചോദിച്ചതിൻ്റെ കാരണം. അന്നേരം അപ്പച്ചൻ പറഞ്ഞ ഈ ഭൂമിയാന്നേ, ഈ ഭൂമിയാ. അതാ പറയുന്നേ ഇത് വിട്ടുപോയി. അന്നേരം പുള്ളി പറയുന്നേ മണ്ണിന് വേണ്ടി ഞാൻ മാണിക്കാൻ വേണ്ടിയത്. അങ്ങനെ ഒരു പാട്ടുമുണ്ട്. മിടുക്കരായെന്നല്ല, ഈ 4 പെൺകുഞ്ഞുങ്ങളെ വിട്ടുപഠിപ്പിക്കാൻ ദൈവം ഒരു ഭാഗ്യം. ഇല്ല, ഒന്നുമില്ല, ഞാനേ ഉള്ളു. ഇതേ സത്യാനേ എന്റെ കൂടെ ഉള്ളു. പിന്നെ കമ്പാറ്റിന്റെ പൈസ അതിന് ഇതൊക്കെ മേടിക്കാൻ കൂടിയൊരു 82 കുടുംബം. അയ്യോ, എന്നാ ഈ പുസ്തകത്തിലെ എല്ലാ പാട്ടും ഞാൻ 3 മണിക്ക് ഇരിക്കും. എന്റെ വീട്ടുകാർ എനിക്ക് 3 മണിക്ക് ഇരിക്കും. ആ സമയം ഇരിക്കും, പാട്ടുപാടി പ്രാർത്ഥിക്കും. അപ്പൊ അമ്മച്ചി നമ്മൾ തിരിഞ്ഞുകൊണ്ട് സംസാരിക്കുക. ഇനി അമ്മച്ചിയുടെ 4 വരി പാട്ട് കേൾക്കട്ടെ. സൗന്ദര്യത്തിൻ പൂർണ്ണതയാകുന്ന സിയോന് നിന്നോ പ്രകാശിക്കുന്നോനെ പ്രഭാതത്തിൽ സ്തുതിക്കുന്നേ. നിന്നോ പ്രകാശിക്കുന്നോനെ പ്രഭാതത്തിൽ സ്തുതിക്കുന്നേ.
അന്ധകാരം കൊണ്ടു മൂടപ്പെട്ട ലോകത്ത് നവീണ്ടെടുത്താരക്ഷിതാവേ ദിനം മുഴുവൻ സൂക്ഷിക്കുക. നവീണ്ടെടുത്താരക്ഷിതാവേ ദിനം മുഴുവൻ സൂക്ഷിക്കുക. തേന്മൊഴി തൂകുന്ന നിന്റെ പൊന്മുഖം കാൺമാൻ, തേന്മൊഴി തൂകുന്ന നിന്റെ പൊന്മുഖം കാൺമാൻ. അതിരാവിലെ ഉണർന്നിരുന്നോ തിരുനാമത്തെ സ്തുതിക്കുന്നേ. അതിരാവിലെ ഉണർന്നിരുന്നോ തിരുനാമത്തെ സ്തുതിക്കുന്നേ. യാഗം കഴിച്ചു നിയമം ചെയ്ത ശുദ്ധന്മാർ, യാഗം കഴിച്ചു നിയമം ചെയ്ത ശുദ്ധന്മാർ. നാലാം ജാമത്തിലുണർന്നു മോദമോടെ സ്തുതിക്കുന്നേ. നാലാം ജാമത്തിലുണർന്നു മോദമോടെ സ്തുതിക്കുന്നേ. അർത്ഥമുള്ള വരികളുമാണ്. അർത്ഥമുള്ള വരികൾ മനസ്സിൽ തട്ടി കണ്ണോടത്ത് പാടി നമ്മളെ പാട്ട് കയ്യിന് വരും, വരി വരും. വരി തട്ടാതെ പാടാം. കണ്ണടത്ത് ധ്യാനിച്ചിട്ട് പാടുന്നേ കിടക്കേ. ഞങ്ങൾക്ക് 2:30 3 6 കൊച്ചുങ്ങൾ ഓരോ അപ്പച്ചൻ്റെ അരിക്കയിരിക്കും, വെള്ളം പോലും കുടിക്കാതെ. അപ്പച്ചൻ്റെ അരിക്കുന്ന പിള്ളേർ ഇരിക്കണേ. അപ്പച്ചൻ ഇരിച്ച് 10 മണിക്ക് തുടങ്ങിയ 9:30 തുടങ്ങാം. അന്ന് പോവും. എവിടെ വരെ പോവും. അന്നാക്കും വിശപ്പും ചോറൊന്നുമില്ല, ആരും നോക്കിയൊന്നുമില്ല. അതേ സമയത്ത് ഞങ്ങളുടെ അപ്പുറത്ത് വേവിക്കാൻ വന്നപ്പോ രാത്രി 1 മണി വരെ ഞങ്ങൾ പ്രാർത്ഥന കഴിയുമ്പോ വേവിക്കാൻ അങ്ങോട്ടോണം ഉറങ്ങണമെന്ന് പറഞ്ഞു. കിട്ടും, വിടുതല് കിട്ടും. എന്താന്ന് പറഞ്ഞാൽ അത് വിശ്വാസത്തോടുകൂടാ. വിശ്വാസത്തിന്റെ വിടുതല്. വിശ്വാസത്തോടുകൂടെ നമ്മള് പ്രാർത്ഥിക്കുന്ന ഏത് കാര്യത്തിന് ഞാൻ പറയുന്ന അങ്ങനത്തെ അനുഭവത്തിലേക്ക് ഈ 4 മരിച്ച 4 കുഞ്ഞ് പുറത്ത് വരും. 4 നാളായി. അപ്പൊ ആ കുഞ്ഞ് പുറത്ത് വന്നപ്പോ പുക്കള് മാവടിയൊന്നുമില്ല. പോയി കൊച്ചുമ്പോ എന്ന് പറഞ്ഞാലും നില വിളിച്ചു വരയ്ക്കാം. എന്റെ വലിയമ്മച്ച അന്യഭാഷ കേട്ട് തോവർച്ച് കിടന്നവരെല്ലാം വന്നു ഇവിടെ മരിച്ച് നിലവിളി കേട്ടെന്ന് പറഞ്ഞു. അവര് അന്യഭാഷ സീബങ്കാട് അന്യഭാഷ അന്യഭാഷയെ കുഞ്ഞിനെ എടുത്തത് അവരവന്നില്ല. എടുത്തപ്പോ കുഞ്ഞിനെ മാവള്ളിയില്ല. മാവള്ളിയിലെന്ന് പറഞ്ഞ എന്റെ അമ്മാവിയമ്മ ഒരു തങ്കു കൈലി ഉണ്ടായിരുന്ന എടുത്ത് തിളക്കി കെട്ടി പൂക്കളെ മാവള്ളി എന്ന് കേരളീയക്കാർ വന്നപ്പോ കെട്ടിയപ്പോ അവര് പറഞ്ഞു, അയ്യോ കുഞ്ഞ് പിടയ്ക്കുന്ന ഇനിയും കുഞ്ഞുണ്ട്, പിടയ്ക്കുന്ന എന്റെ കൈ പിടയ്ക്കുന്ന. പിന്നെ മൂത്തിരുത്തി അത് പിന്നെ ചാടി ചെന്ന് പൂക്കളിൻ്റെ ഇടയിലോ അങ്ങനെ കയറി എന്നൊക്കെ അവര് പറയുന്നത്. ഒരുപാട് വിട്ടു. എന്നാലും പ്രസവിച്ചു അതിന് ജീവനുണ്ടായിരുന്നു. അത് ഈ ചത്ത കുഞ്ഞിന്റെ കൂടെ കിടന്നത് കൊണ്ടേ 13 ദിവസം കിടന്നു. കുപ്പി വെള്ളം തിളപ്പിച്ച് 2 വർഷം വെച്ച് കിടന്നു. 13ന്റെ അത് വ്യായികൾ കൊണ്ടുപോകാൻ വന്നതാ. എൻ്റെ അപ്പന്മാര് കൊണ്ടുപോകാൻ വന്നതാ. അവരെ ഞാൻ തലേന്ന് രാത്രി അവരെ സ്വപ്നം കണ്ടു. എൻ്റെ അപ്പൻ്റെ ഓരി എടുത്ത് അതിനകത്ത് ഒരു പള്ളിത്തേങ്ങ ഒരു ചാച്ചി പള്ളിയിൽ തേങ്ങ കൊടുക്കുന്നേ. ഒരു തേങ്ങ വലിച്ചത് അത് 2 കരിക്കും പറിച്ചോണ്ട് എൻ്റെ അരിക്ക് വന്ന് എനിക്ക് ചത്തുപോയ മനുഷ്യനെ എനിക്ക് കരിക്കും വെള്ളം തരാൻ വന്നു. ഞാൻ കണ്ടു. അത് അന്ന് രാത്രി ആ കുഞ്ഞു മരിച്ചു. അത് അവർക്ക് അത് കിട്ടി. എൻ്റെ അമ്മയോട് നോക്കിയല്ല എൻ്റെ അമ്മ ചൂടെടുക്കും. അമ്മ പറയും മരത്തിൽ മുക്കിയിട്ട് ചൂടും കൊണ്ടടിക്കുമെന്ന്. എനിക്ക് എന്തെങ്കിലും അസുഖമായ മന്ത്രവാദി എൻ്റെ അപ്പന് വിശ്വാസമില്ല. അന്നൊരു മന്ത്രവാദിയുണ്ട്, പോയി വിളിച്ചോണ്ട് വരും. മോതിരം ജപിച്ചിട്ട് അയാള് റോഡിൽ ഇറങ്ങാൻ മോതിരം ചെയ്യണം. ജപിച്ചിരുന്ന മോതിരം അമ്മയുടെ വഴക്ക് പറയും. പിന്നെയും അപ്പൻ പോയി അയാളെ വിളിച്ചോണ്ട് വരും. ഞാനെന്താ ശക്തിയുണ്ട്, ദൈവത്തിൻ്റെ ശക്തി അത് അയാൾക്കറിയാം, അപ്പനറിയാം എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ അങ്ങ് പോയി. എന്നാ ആ പിന്നെ മരിച്ച ഈ മോനും മരണത്തോളമായത്. എനിക്ക് വഴിക്ക് എന്നപ്പോൾ എൻ്റെ കൂടെ കല്യാണം കഴിച്ച പ്രാരം കൊണ്ട് കെട്ടിട്ട് ഒരു പെണ്ണ്. അതൊന്നും ഈ മക്കൾക്കാർക്കും അറിയത്തില്ല. അതിൻ്റെ 10 മാസം നിറഞ്ഞ് വഴിയരിയില്ല പള്ളിക്ക് താഴെ പ്രസവിച്ചു. തള്ളയും കുഞ്ഞും മരിച്ചുപോയി. ഞാൻ സന്തോഷത്തോടു കൂടെ ഒന്ന് പോയതാ. ഞാനും എൻ്റെ അപ്പനും അമ്മയും എൻ്റെ ആങ്ങളെയും.
ആ ഭാഗം ചെന്നപ്പോൾ ഞാൻ പുറയിലായി. അതായത് ഞാൻ ഇടയ്ക്ക് കയറി പുറയിലായപ്പോൾ ആരെങ്കിലും എൻ്റെ കൂടുന്നെന്ന് വല്ലതും നമുക്കറിയാലോ, ആർക്കും അറിയത്തില്ല. ഞാൻ നടന്ന് അങ്ങ് താറയ്ക്ക് ഒട്ടിച്ച് അങ്ങനെ എനിക്ക് നടക്കാൻ വയ്യ. കുഞ്ഞ് പറഞ്ഞു തരുമെന്നോ എന്ത് വന്ന് എനിക്ക് അറിഞ്ഞോളാം. പക്ഷെ കുഞ്ഞാന്നാ ഞങ്ങളുടെ വിചാരം. ഇഷ്ടംപോക്ക് അങ്ങോട്ടേ എവിടെയെങ്കിലും വീട്ടിൽ കയറാമെന്ന് വണ്ടി വിളിക്കാമെന്ന് പറഞ്ഞപ്പോൾ കാളാവണ്ടി. ഞാൻ പറഞ്ഞു വേണ്ട, ആണുങ്ങൾ കാണുമെന്ന്. ഞാനും എൻ്റെ അമ്മയും കൂടെ നടന്നു. ഓ കർത്താവേ, അതൊക്കെ ഓർത്താ നടന്ന്. അന്നേരം പറഞ്ഞു മക്കളെ ഒരു പാറയുണ്ട്, അവിടെ ഒരു പാറയുണ്ട്, പാറയ്ക്കകത്ത് ഇരിക്കാൻ പറഞ്ഞു. ഇരുന്നേച്ചിരിച്ചവ രക്തം കൊണ്ട് കുടിച്ചു. എന്നോട് പറഞ്ഞു തോട്ടി ഇറങ്ങി അമ്മ വെള്ളം തെപ്പി കൊണ്ട് കഴിയും. ഞങ്ങള് നടന്നു പോയി. എൻ്റെ വല്യമ്മയുടെ വീടിൻ്റെ വലിയ ഏറ്റ കയറണം. കൈ കുത്തി കയറിപ്പോയി. വല്യമ്മച്ചയുടെ വീട്ടിൽ 4 ദിവസം ഞാൻ താമസിച്ചു. 4 ദിവസം താമസിച്ച് അമ്മച്ചയെ വിളിച്ചോണ്ട് വന്ന് ഞങ്ങൾ അയ്യത്ത് വായിട്ട് എന്തുവാ പ്രസവത്തിൻ്റെ അന്ന് നോക്കിയാൽ പ്രസവം അമ്മ കണ്ടിട്ടില്ല, ആയുസ് കണ്ടിട്ടില്ല. അയറാരും കണ്ടിട്ടില്ല. കുഞ്ഞല്ല നാവുമല്ല, ഒന്നുമല്ല, പുറത്തുണ്ട്. പിന്നെ എൻ്റെ അമ്മ വാഴക്കൂമ്പ് പോലെ 4 കൂമ്പ് വ്യായൻ്റെ അമ്മ കണ്ടിട്ടില്ല. ഞാൻ ഇപ്പോഴത് പറയുന്നു. അത് അമ്മ കൈയുടെ വിരലുകൊണ്ട് തട്ടി അകത്താക്കി അവിടെ കിടന്നു. ഞാൻ വീട്ടിൽ പോയി. അന്നേരം എൻ്റെ വലിയപ്പച്ചനും മാവൻ ഉപവാസത്തിൽ അക്കരെ ഒരു വീട്ടിൽ ഉപവാസത്തിലിരിക്കുക. ആരും ഭയങ്കര ആന പോലെ 2 മനുഷ്യരാ. അവർ രണ്ടും ഉപവാസത്തിലിരിക്കുക. സീതമ്മിൻ്റെ ആരംഭകാലത്ത് അവർ അന്നേരം പറഞ്ഞ അപ്പച്ചനും ഒക്കെ ഉപവാസത്തിൽ അന്ന് വിളിച്ചു പറഞ്ഞു ഇതുവരെ പെണ്ണ് വന്നിട്ടുണ്ട്, അവർക്ക് സുഖമായിട്ട് വീട്ടിൽ പോകണമെന്ന്. അങ്ങോട്ട് പോയിട്ട് ഇവിടെ ഉണ്ടോ, തറവാട്ടിലുണ്ടോ, എൻ്റെ അമ്മയുടെ വീട്ടിൽ. അപ്പനോട് പറഞ്ഞ് പ്രാർത്ഥിച്ചു നോക്കിയപ്പോൾ എൻ്റെ പൊന്നു മോനെ ഞാൻ കാണാൻ എന്ന് പറയുന്നേ. അവരന്ന് പ്രാർത്ഥിച്ചു അത് പാപ്പാരെ ചന്ത റോട്ടിലാ പ്രാർത്ഥിച്ച് അവിടെ നിൽക്കുക. ഒരു കുഞ്ഞു വരുത്താതെ അവിടെ മുമ്പിൽ നിന്നങ്ങ് കളിക്കുക. പറഞ്ഞാൽ വിശ്വസിക്കണം മോനെ. കുഞ്ഞു ഒരു തള്ളി അവരുടെ മുമ്പിൽ നിന്ന് കളിക്കുക. ഒരു ആത്മാവില്ല. അന്നത്തെ കാലം ആത്മരായി 2 പേരും അങ്ങ് ആകാശത്തോടും ഉയർന്ന് ചവിട്ടിരുന്ന് എന്നേക്കുമായി നിന്നെ പാതാളത്തിൽ ചവിട്ടി താക്കുന്നെന്ന് പറഞ്ഞ് ചവിട്ടിട്ടത്. അതുകൊണ്ട് അനേകം ഗർഭിണിയൊക്കെ ഒരു വിടുതൽ കിട്ടി. അവിടെ പിന്നെ ഭൂമിയിൽ ആരും കണ്ടിട്ടില്ല. അവിടെ ഭൂമി പാതാളത്തിൽ പോയി. അതോടുകൂടി ആ ചവിട്ട് അന്ന് കടയിരുന്നവരെല്ലാം കേട്ടെന്നാ പറയുന്നത്. ആത്മാവിലായി ചാടിയത്. അതൊക്കെ കണ്ടവരനുഭവിച്ചവർ പിന്നെ എങ്ങനെ പിന്മാറി പോകുമ്പോൾ അല്ല ഞാൻ പറയാ പിന്മാറ്റം എന്നെല്ലാവരും പറയുന്നു. എൻ്റെ ഈ ജീവിതത്തിൽ ഈ അനുഭവം ഉണ്ടായിട്ടാണ് ഞാൻ പിന്മാറാൻ. അതെ ഞാൻ പറയുക ഈ മക്കൾക്കാർക്കും അറിയത്തില്ലതൊന്നും. ഇപ്പം കേൾക്കുന്നെങ്കിൽ അവർക്കറിയാം. ഞാൻ പിന്മാറില്ല. ഞാൻ മുന്നോട്ട് എന്നൊരു പാട്ടുണ്ടല്ലോ. ഇന്നത്തെ കാലത്ത് ആൾക്കാരോടെ എന്തോ പറയാനുള്ളത് അവരെങ്ങനെ വിശ്വാസത്തിൽ നിൽക്കണമെന്ന് ഇപ്പൊ പറഞ്ഞാൽ വിശ്വസിക്കണം. പറയാന്നേ അവർക്ക് അത് അറിഞ്ഞൂടാ. നമ്മള് പോയി ഇതെല്ലാം നൽകി വെക്കാനൊക്കെ നമ്മുടെ നമുക്ക് അറിഞ്ഞാൽ പോലെ നമ്മളും ഉപദേശം പറയാനുള്ളത് പുതിയ തലമുറയോടെ അമ്മച്ചിക്ക് എന്തൊരു വാക്ക് അമ്മച്ചിയുടേതായിട്ട് ഇതാ ഞാൻ അവരോട് എപ്പോഴും പറയും. എന്റെ മക്കളോട് ഞാൻ പറയും കുടുംബത്തെ മുതലിന് പിടിക്കരുത്. മുതലിന് വരെ കൂടെ ദൈവത്തെ വരും. പിന്നെ ദൈവത്തെ ഒന്നുമില്ല. പട്ടിണിയാണെങ്കിലും ദൈവത്തെ വിളിച്ചോണം. പട്ടിണി വിശക്കുകയൊന്നുമില്ല. വിശപ്പൊന്നും നമുക്ക് തോന്നത്തില്ല. 4 ദിവസം ഇരുന്നാൽ നമ്മുടെ ആരും അറിയത്തുമില്ല. നമ്മുടെ വീട്ടുകാർ ആരും നടക്കണം. നമ്മുടെ വേണമെങ്കിൽ ആഹാരം കഴിക്കാൻ, ഇല്ലെങ്കിൽ പ്രാർത്ഥിക്കാം. അതൊക്കെ അല്ലാതെ നമ്മളെന്തോ പറഞ്ഞു കൊടുക്കുന്ന അവരൊക്കെ അറിയാം. എൻ്റെ മൂത്ത നോക്ക് അറിയാം. ഇവിടെ പിന്നെ മടക്കേണ്ടി കേൾക്കുന്നതല്ല കേൾക്കുന്നവരോട് പറയുന്നേ. അതുപോലെ ദൈവത്തെ
അറിഞ്ഞ സമാധാന ബുദ്ധിയോടെ സമാധാനം സന്തോഷവും വേണം എപ്പോഴും. അല്ലാതെ കഴിവും മിടുക്കുമൊന്നും രീതി കാണിച്ചിട്ടിരിക്കുകയല്ല. രീതി സമാധാനം എന്ത് കേട്ടാലും കണ്ടാലും നമ്മുടെ സമാധാനത്തോടെ നമ്മുടെ ദൈവത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിച്ച നമ്മുടെ കാര്യങ്ങളെല്ലാം ദൈവം സാധിപ്പിക്കും. എൻ്റെ കാര്യം ഇന്നത് പല കാര്യം ദൈവം സാധിപ്പിച്ചു. അതങ്ങനെ വിശ്വസിക്കണം. നിങ്ങൾ അതിൽ വിശ്വസിക്കണം. അല്ലാണ്ട് പറയും ഇവിടെ എഴുതി കൊടുക്കാനൊക്കെ കോരി കൊടുക്കാനൊക്കെ നമ്മുടെ അനുഭവം പറയാനല്ല ഒക്കും. ഈ അനുഭവത്തെ കണ്ണിക്കാൻ ആരെയും കൊണ്ട് നോക്കിയത്. അതുകൊണ്ട് അങ്ങനെ പറയും. ഞാൻ പറയും എന്നെ അറിയുന്നു. അവരെ അറിയാത്തവരും ആരും ദൈവമില്ല. എൻ്റെ ഇടയിലെ കറ്റും എൻ്റെ സഹോദരന്മാരും പക്ഷേ അവർ മരിച്ചുപോയി. എൻ്റെ അന്നുള്ള സഹോദരന്മാർ രാത്രി എല്ലാ ദിവസവും അന്ന് പ്രാർത്ഥിക്കാം ഇവിടെ വരും. അപ്പോൾ ചെന്നപ്പോഴേ സമയമുണ്ടല്ലോ. എല്ലാ രാത്രിയും അവരെവിടെ പോയാലും രാത്രി ഇവിടെ വന്നു 4 വാക്ക് പ്രാർത്ഥിച്ചിട്ട് എൻ്റെ യോഗയുടെ കാലത്ത് എനിക്ക് ചുമ പിടിച്ചു. അതൊരു എൻ്റെ 31 വയസ്സിലുള്ളതാണ്. എൻ്റെ ഗ്രഹപ്രദത്താണ്. എൻ്റെ സഹോദരന്മാർ കണ്ണീരൊഴിക്കും വിളിച്ചു. കാരണം ഞങ്ങളുടെ സഭയിൽ ഒരു എതിരുണ്ടായിരുന്നു അന്ന്. ആ എതിരിൻ്റെ മധ്യത്തിൽ ആരെങ്കിലും എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ സമാജത്തിന്റെ കുടുംബം ഇല്ലെങ്കിൽ പിന്നെ ഞങ്ങളുടെ കൂടെ ജീവിച്ചിട്ട് എന്തോ ഹൃദയത്തിന്റെ വേദന. മരണത്താലല്ലാതെ ഞങ്ങൾ ഉയർന്നിരിക്കുന്നവർ 3 പേരും സത്യം പറഞ്ഞ സാറും ഫിലിപ്പ് സാറും സീക്കയുടെ അപ്പനും മോനും. പക്ഷേ 2 പേരുടെ മരണവും കൂടി കണ്ണടച്ചു. ആ അച്ഛനായിരിക്കണം എൻ്റെ കണ്ണ് തിരുമയടക്കാൻ. കണ്ണ് തിരുമയടക്കാൻ കാരണം മോനോടില്ലല്ലോ. മോൻ സീക്ക ഇവിടെ ഇല്ലല്ലോ. മറ്റേ സീക്ക ഉണ്ടായിരുന്നു മരണത്തിന്. സീക്ക അപ്പൻ്റെ ബോധം കെട്ടങ്ങ് വേണം. അപ്പം ജീവൻ പോയപ്പോൾ സീക്കയ്ക്ക് ബോധം കെട്ടങ്ങ് വേണം. പിന്നെ ആരാ കണ്ണടക്കണ്ടേ? അവര് ഭാര്യ കാക്കടയിരുന്നു, അപ്പൻ്റെ തലക്കടയിരുന്നു. 12 ദിവസം രായിപ്പായാലും ഇല്ല. വലിയ പാവായിരുന്നെങ്കിലും എന്താ അങ്ങനെ കിടന്നതെന്ന് എനിക്കറിയത്തില്ല. ഈ വലിവ് മാത്രം ഇങ്ങനെ അവിടെ നടന്ന് വലിച്ചു. വിശുദ്ധന്മാരുടെ മരണം ഉറക്കം പോലാന്ന് പറയും. ഉയർത്തിയിടുന്ന തുണയാലുടും വൻകിരിയത് എൻ സഹായം വാനം ഭൂമി അഖിലം വാഴ യഹോവയുടെ ഇസ്രായേല് കാവൽക്കാരൻ നിദ്രബാല യഹോവയ ബാധകന്ത ഇതെനിക്കോ ഖേദമട്ടും ശത്രുവായ നീക്കി എന്നെ മാത്രതോറും കാത്തിടുന്നു. നീതിയും പാതകേട് നിത്യവും നടത്തിടുന്നു. ആ പാട്ട് നല്ല ഓരോ പാട്ട് അനുഗ്രഹിക്കപ്പെട്ട പാട്ടാ. വാചകം വാക്കിലാണെങ്കിൽ നമ്മുടെ സിയോനിലുള്ള യാത്രക്കാരാണ്. നമ്മുടെ സിയോനിൽ പോകുന്ന കാര്യം ഭൂമി മനുഷ്യൻ കിടന്ന് പറക്കപ്രിയരാകുന്നതും അങ്ങനെയൊന്നും ആവരുത്. നമ്മുടെ 4 മണിയാകുമ്പം ഇരിക്കാൻ വരെങ്കിൽ അങ്ങ് ഇരിക്കണം. മൃഗങ്ങളോട് നിരുന്ന സമയത്ത് ഇവിടുന്ന് മൃഗത്തേക്കാട് നിർവിചാരിയായി ആവിയായി മൃഗം ഇരിക്കും. നമ്മുടെ കിടക്കും. മൃഗത്തേക്കാട് നിർവിചാരിയായി കിടങ്ങാതെ എൻ്റെ മനമേ എന്ന് പാടുന്നേ. നമുക്കെന്ത് വല്ലതും കൊടുക്കണം. പാട്ട് പുസ്തകത്തിലുള്ള പാടും. അതേവിടെ മോനെ, അതേവിടെ പ്രത്യാശ നടത്തി 94 വയസ്സ് വരെ നടത്തി. വിശ്വാസത്തിൽ പിടിച്ചിരുന്നു. 74 വയസ്സ് ഇറങ്ങി മോനെ ആരും ഉണ്ടായിട്ടൊന്നല്ല. ഈ സ്വോത്രം കർത്താവേ, കരുണയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, രാവിലെ ഈ വയ്യാറായ സമയത്തിനായി ശ്രദ്ധിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് പ്രാർത്ഥനയ്ക്കില്ലല്ലോ കർത്താവേ. എല്ലാ സമയത്തും ദൈവത്തോടെ അപേക്ഷിപ്പാനും പ്രാർത്ഥിപ്പാനും ഞങ്ങൾക്ക് കൃപ തന്നതിനായി സ്തോത്രം. അവിടുത്തെ കൃപ ഞങ്ങളുടെ മേലുണ്ടായിരിക്കണേ. കൃപയിലായി ഒന്നുമില്ല. പുത്ത കൃപയാണ് ഞങ്ങളെ കഴിഞ്ഞിടത്തെ കൃപയാ ഞങ്ങളെ സൂക്ഷിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഉലകെമ്പാടും പാർക്കുന്നതിനായി പ്രാർത്ഥിക്കുന്നു. ഭൂമിയുടെ അന്ത്യവനക്കാരിലും പാർക്കുന്നതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എവരെയും കാത്തുകൊള്ളണേ.
എല്ലാവരും ദൈവത്തെ ഭയപ്പെട്ട് ദൈവത്തെ അറിയാൻ ദൈവം എല്ലാവർക്കും ഇടയാക്കണം കർത്താവെ. ചെറുതും വലുതുമായ മനുഷ്യനുണ്ടല്ലോ കർത്താവേ, വലിയവനും ചെറിയവനും ഉണ്ടല്ലോ കർത്താവെ. ഉടുപ്പാനില്ലാതെ കിടപ്പാനില്ലാതെ കഴിപ്പാനില്ലാതെ അനേക ആയിരങ്ങൾ ലോകത്തിലുണ്ട്. ഞങ്ങൾ കാണുന്നില്ല എങ്കിലും കർത്താവേ, എന്റെ കർത്താവായ അബ്രഹാമിനോട് അരുളിച്ചതല്ലോ, നിന്റെ സന്തതി കർത്താവ് കടൽക്കരമണൽ പോലെ ആകാശത്തിൽ നക്ഷത്രങ്ങൾ പോലെ പെരുകുമെന്ന്. അങ്ങനെയുള്ള ജനമാണെങ്കിൽ ഭൂമിയുടെ അറിഞ്ഞ അറ്റവും ഞങ്ങൾക്ക് അറിഞ്ഞോടാ. എല്ലാ ജനത്തിനും വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. എന്റെ ജാതിയോ മതമോ വ്യത്യാസം ഒന്നും ഇല്ലല്ലോ. എല്ലാം ദൈവത്തിന്റെ സൃഷ്ടിയാണ്. അപ്പച്ച ഞങ്ങളും ദൈവത്തിന്റെ സൃഷ്ടിയാണ്. വലിയവരും പാവപ്പെട്ടവരും കഴിവില്ലാത്തവരുമാണ്. പഠിപ്പോ ഞാനും അറിവൊന്നും ഞങ്ങൾക്ക് എന്റെ കർത്താവിരുന്ന കൃപയല്ലാതെ മറ്റൊന്നും ഞങ്ങൾക്ക് പറയാനില്ല. ഞങ്ങൾക്ക് പ്രശംസിപ്പാൻ അവിടുത്തെ ക്രൂശല്ലാതെ ഈ ഭൂമി ഞങ്ങളൊന്നും കാണുന്നില്ല കർത്താവെ. അങ്ങനെ അപ്പച്ച സന്തോഷവും സമാധാനം മാത്രം മതി. ഞാനിവിടെ ഞാൻ സർവം പോലും പറഞ്ഞത് അങ്ങനെയാണല്ലോ കർത്താവെ. തിന്നതും കുളിച്ചതും ഭക്ഷിച്ചതും കുടുംബമായി സമാധാനമാണ് ജീവിച്ചതല്ലാതെ നമുക്ക് ഒന്നും കൊണ്ടുപോകാനില്ല. നമ്മുടെ കർത്താവ് കുടുംബമായി പാർത്ത് സന്തോഷത്തോടെ ജീവിക്കണമെന്നാണ് കർത്താവെ സർവമ്മ കണ്ടിട്ട് പറഞ്ഞ്. അതേ കൂടി സർവമ്മനെ കൂടി ഞാനേതില്ലെന്നാണ് തിരുവനം പറയുന്ന കർത്താവെ. അങ്ങനെ ബലത്തോടെ നോക്കി കണ്ട് ജീവിപ്പാൻ മേലുള്ള ബുദ്ധിയും കഴിവും ഞാനും അറിവ് പോലെ ഞാനുണ്ട് ഹൃദയം പ്രാപിക്കത്തക്കണം. നമ്മുടെ നന്മാരെപ്പോഴും വാഞ്ചുള്ളതായിരിക്കാൻ ദൈവം സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. എല്ലാ നന്മകളും ഞങ്ങൾ നിറയ്ക്കണം. നമ്മൾ ചോദിച്ചതിലും നിലച്ചതിലും ആഗ്രഹിക്കുന്നതിലൊക്കെ ദൈവത്തിന്റെ മക്കളുണ്ട്. ദൈവദാനം ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. നമ്മളെക്കാൾ വളരെ മുന്നേ യാത്ര ചെയ്ത ഒട്ടനവധി ഭക്തരുടെ കണ്ണുനീരിൽ കുതിർന്ന മണ്ണിലാണ് നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത്. 74 വർഷം വിശ്വാസ ജീവിതം നയിച്ച പ്രിയപ്പെട്ട അമ്മച്ചിയുടെ സാക്ഷ്യം, അനുഭവമാണ് നമ്മൾ കേട്ടത്. അമ്മച്ചിയുടെ അനുഭവം പങ്കുവെക്കണമെന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല മോനെ എന്നാണ് അമ്മച്ചി പറഞ്ഞത്. എന്നാലും നമ്മുടെ പ്രായത്തെക്കാൾ അപ്പുറം കർത്താവിനോടൊപ്പം നടന്ന ഒരമ്മയുടെ അനുഭവങ്ങൾ കേൾക്കുക എന്ന് പറയുന്നത് പുതിയ തലമുറയ്ക്കെന്നും പ്രചോദനമാകണം, ആശ്വാസമാകണം. കൊട്ടാരക്കര വേങ്ങൂർ പുലിയംകുന്നേൽ തോമസ് എന്ന അനുഗ്രഹീത പിതാവുണ്ടായിരുന്നു. മുഴങ്കാലിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന, കൈകളുറത്തിൽ പ്രാർത്ഥിക്കുന്ന, അതിരാവിലെ 3 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന, വിശ്വാസത്തിനു വേണ്ടി ഒരുപാട് ത്യാഗോജ്വലമായി ജീവിച്ച, ഒരു സഭയിൽ നിന്നും മറ്റൊരു ദേശത്തേക്ക് പോയി അവിടെയും സഭാരാധന നടത്തി എല്ലായിടത്തും ദൈവമക്കൾ ഉണ്ടാവണം എന്നാഗ്രഹിച്ച, സ്വയം തൊഴിൽ ചെയ്ത് ജീവിക്കുമ്പോൾ പോലും സുവിശേഷത്തിന് അതിനേക്കാൾ പ്രാധാന്യം കൊടുത്ത ഒരു അനുഗ്രഹിക്കപ്പെട്ട പിതാവ്. ആ പിതാവിനോട് ചേർന്ന് കുടുംബജീവിതം നയിച്ച കുഞ്ഞമ്മ തോമസ് എന്ന അമ്മച്ചിയാണ് നമ്മളോട് തൻ്റെ അനുഭവം പറഞ്ഞത്. ഇല്ലായ്മയിൽ വല്ലായ്മയിൽ ജീവിതത്തിൽ ഒരുപാട് ക്ലേശങ്ങൾ ഉണ്ടായിട്ടും തമ്പുരാനെ ഒട്ടും മാറ്റി നിർത്താതെ കർത്താവിനോട് വിശ്വസ്തയോടെ പിൻപറ്റിയ അനുഗ്രഹിക്കപ്പെട്ട ധന്യമായ പ്രിയപ്പെട്ട മാതാവിൻ്റെ നല്ല ഓർമ്മകൾ. 8 പ്രസവമുണ്ടായി, 9 കുഞ്ഞുങ്ങൾ ജനിച്ചു. അതിൽ 3 കുഞ്ഞുങ്ങൾ ചെറുപ്പത്തിലെ നഷ്ടപ്പെട്ടു പോയി. അതിൻ്റെ വേദനയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ആ സമയത്ത് അത്ഭുതകരമായ ദൈവം നടത്തിയ വഴികളും പങ്കുവെച്ചു. 6 മക്കളെയും ദൈവം അനുഗ്രഹകരമായ രീതിയിൽ വളരാൻ അനുവദിച്ചു. ഇളയ കുഞ്ഞ് 4 വയസ്സുള്ളപ്പോൾ പിതാവ് ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടെങ്കിലും ദൈവം വിശ്വസ്തൻ. ദൈവം കൂടെ നിന്ന് എല്ലാ മക്കളെയും ദൈവകൃപയിൽ വളരുവാനും ഓരോ നിലയിലെത്തുവാനും ഇന്നവരെല്ലാവരും ദൈവരാജ്യത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നവരുമായി. 15 കൊച്ചുമക്കളെയും 21 ചെറുമക്കളെയും ഈ അമ്മയ്ക്ക് ദാനമായി നൽകി. ഈ അമ്മയുടെ കരുത്തോ പ്രാപ്തിയോ ഒന്നും കൊണ്ടല്ല, ഒറ്റ വാക്കാ പറഞ്ഞത്, ദൈവം ഒന്നാമത്. സമ്പത്തിന് വേണ്ടി നമ്മൾ ആഗ്രഹിക്കരുത്, ദൈവത്തിന് വേണ്ടി മാത്രം നമ്മൾ ആഗ്രഹിക്കണം. ദൈവത്തോടെ ചേർന്ന് നടന്ന, ദൈവത്തെ മാത്രം പിൻപറ്റിയ, ക്ലേശങ്ങളെല്ലാം ഉണ്ടായിട്ടും അതെല്ലാം ദൈവാശ്രയത്തോടുകൂടി അതിജീവിച്ച അനുഗ്രഹിക്കപ്പെട്ട ഈ അമ്മച്ചിയുടെ ഓർമ്മകൾ, അനുഭവങ്ങൾ പുതിയ തലമുറയ്ക്ക് പ്രചോദനമാകട്ടെ, ശക്തിയാകട്ടെ, നന്മയാകട്ടെ എന്ന പ്രാർത്ഥനയോടെ എല്ലാവർക്കും വിശ്വാസ ജീവിതത്തിൽ വളരുവാൻ ദൈവം കരുത്ത് നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇപ്പോൾ നമ്മൾ പിരിയുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. താങ്ക് യു.